ഇന്ന് കുറച്ച് നേരം വീട്ടിലിരുന്നപ്പോൾ ബോറടിച്ചു. അപ്പോൾ പിന്നെ വിചാരിച്ചു മൃഗശാല കാണാൻ പോയാലൊന്നും. അപ്പോൾ ഞങ്ങൾ മൃഗശാല കാണാനായിട്ട് പോകാനായിട്ട് ഓട്ടോയിൽ കയറി പോയോണ്ടിരിക്കുകയാണ്. അതൊക്കെ നമ്മൾ കാണുന്ന സൂവിൻ്റെ മതിലുകളാണ് ഈ കാണുന്നത്. ഇവിടെ നിന്നോട്ട് കുറച്ച് ദൂരം അങ്ങോട്ട് പോകാനുണ്ട്. അപ്പോൾ അവിടെയാണ് ഞാൻ വെയിറ്റിംഗ് ആണ് അവർ നമ്മളെ കാത്ത്. അപ്പോൾ നമ്മൾ പോണ വഴിയിൽ കുറേ ഇങ്ങനെ നെല്ലിക്ക, ലൂബിക്ക, മാങ്ങ, പൈനാപ്പിൾ അങ്ങനെ കുറേ ഉപ്പിലിട്ടതൊക്കെ കാണാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. അതാണ് എൻ്റെ അമ്മാമ്മയും അനീറ്റിയും മേമരുണ്ട്. ഇവിടെ കുറേ സാധനങ്ങൾ, മോരും വെള്ളം, സർവത്ത്, ഉപ്പിലിട്ട മാങ്ങ, കണ്ട കുറേ ഐറ്റംസ് കാണും. കുറേ സാധനങ്ങളുണ്ട് ഇവിടെ. കൊതിയാവും. ഞങ്ങളങ്ങനെ കഴിച്ച് ബംഗ്ലാവിലേക്ക് കയറി. ഇനി ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റിന് എത്രയാണെന്ന് അറിയില്ല. 500 ചേഞ്ച് കിട്ടാൻ എന്തോന്ന് അറിയില്ല. എന്നാലും നമ്മൾ പോയി നോക്കട്ടെ. ഞങ്ങൾ മൃഗശാലയിലെത്തി. ഇപ്പം ഞങ്ങൾ തത്തമ്മനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാണാൻ പറ്റും. ഇതിൻ്റെ പേര് റിയ എന്നാണ്. റിയ അമേരിക്കൻ എഴുതിയിട്ടുണ്ട്. കണ്ട റിയ വെള്ള കളറിൽ. ഇതിൻ്റെ പേര് നമുക്ക് കാണിച്ചു തരാം. അതന്നെ, ഇതിൻ്റെ പേരാണ് കൃഷ്ണമാൻ. കണ്ടില്ലേ, കൃഷ്ണമൃഗം. മാനല്ല തോന്നുന്നു, മൃഗം എന്ന് എഴുതി കാണും. കണ്ടില്ലേ, നല്ല ഭംഗി തരണം, സൂപ്പർ കൊമ്പായിട്ട്. ഇതിൻ്റെ പേര് റിയ എന്നാണ്. തെക്കേ അമേരിക്കയിലെ തെക്കു കിഴക്കൻ പ്രദേശങ്ങളിൽ കാണപ്പെടുന്നതാണ്. നമുക്ക് ഇതിനിപ്പോൾ ഇതേക്കുറിച്ചിട്ട് അറിയണം. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതെവിടെ അവരെഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ നിങ്ങൾ നോക്കുമ്പോഴും എല്ലാ പക്ഷികളുടെ ആയാലും മൃഗങ്ങളുടെ ആയാലും ഇട്ടേക്കണയിൽ ഇതിങ്ങനെ എല്ലാവരെയും കുറിച്ചിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് കാണാം. ഇപ്പം ഇനി അടുത്തത് പരുന്ത്, അങ്ങനത്തെ കുറേ നമുക്ക് മനസ്സിലാവണില്ല എന്താന്ന്. അങ്ങനെ മൂങ്ങ, വെള്ളി മൂങ്ങ, അങ്ങനത്തെ കുറേ ഐറ്റംസുകളുണ്ട്. അപ്പോൾ കാണിച്ച് കണ്ട ഇപ്പം ആ ഭാഗത്ത് കാണുന്നതാണ് വെള്ളി മൂങ്ങ. എന്തൊക്കെയോ കുറേ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ കാണിച്ചു തരാം എല്ലാവർക്കും. കണ്ടപ്പോൾ ഇവിടെ അടുത്തത് എഴുതിക്കുന്നത് കരിക്കൊക്ക്, കന്യാസ്ത്രീ കൊക്ക്. നമ്മൾ ആദ്യമായിട്ടാണ് ഈ വക പേരുകളൊക്കെ കേൾക്കുന്നത്. കന്യാസ്ത്രീ കൊക്ക് കണ്ടില്ലേ, ആ മൂലയ്ക്ക് ഇരിക്കുന്നതാണ് കന്യാസ്ത്രീ കൊക്ക്. ഇത് പേര് വരാൻ കാരണം കറക്റ്റ് ഒരു കന്യാസ്ത്രീയെ പോലെ ഉണ്ട്. പിന്നെ ഇത് മൂങ്ങയാണ്, കൂമൺ എന്നാണ് പേര്. ഇതിൻ്റെ പേര് കറക്റ്റായിട്ട് അറിഞ്ഞൂടാ. പിന്നെ അവിടെ കുറേ പക്ഷികളുണ്ട്. അടുത്തത് കരടിയാന്ന് തോന്നുന്നു അതില്. അപ്പം നമുക്ക് കരടിനെ പോയി കാണാം. തൃശ്ശൂർ മൃഗശാലയിൽ കരടി ഉണ്ടെന്ന് ആദ്യമായിട്ടാണ് നീ പറയണത്. ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല ഇവിടെ കരടി ഉള്ളത്. കുറുക്കനാണ്. കണ്ടു കഴിഞ്ഞാൽ ശരിക്ക് പട്ടിയുടെ പോലെ ഉണ്ട്. നമുക്ക് പട്ടീനെയും കുറുക്കനെയും കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റാത്ത പോലെയാണ് ഞങ്ങളെ കാണുമ്പോൾ. പിന്നെ കുറുക്കൻ വരുന്നു. ആരാ
ഇവരെ കുറച്ച് പേരെ ഇവിടെ കൂട്ടിൽ പോലെ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് പേരെ നമ്മളിങ്ങനെ ഒരു കാട് പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ നടക്കാനായിട്ട് വിട്ടിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, നമുക്കിങ്ങനെ അവർക്ക് ശരിക്കും കാട്ടിൽ നിൽക്കണ പോലെ തന്നെ ഫീൽ ചെയ്യും. കണ്ടോ, ശരിക്കും അറ്റത്തായിട്ട് ഒരെണ്ണം നിൽക്കുന്നുണ്ട്. അവർക്ക് ഓടി നടക്കാനും ഇങ്ങനെ ഇറങ്ങാനൊക്കെ ആയിട്ട് കണ്ടോ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മുള്ളൻപന്തി. അപ്പൊ അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് മാനിനെയാണ്. അപ്പൊ അത് കൊറേ കിട്ടോ, പക്ഷെ മാൻ തന്നെയാണോന്ന് അറിയില്ല, കൊമ്പില്ല. മാനുകൾ പലതരം ഉണ്ടല്ലോ. മറ്റേ ഏതാണ്, കൃഷ്ണമാന്, നീലപ്പൊന്മാൻ. അതൊരു പക്ഷിയല്ലേ നീലപ്പൊന്മാൻ. എന്തെങ്കിലും ആവട്ടെ, മാനിൻ്റെ ഒരു ഐറ്റത്തിൽ പെട്ടതാണിത്. കൊമ്പില്ല. പന്നിമാൻ എന്നാണ് പേര് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയമ്പൂട് പോണ് കാണിച്ചാല്. എനിക്ക് ഈ മൃഗങ്ങളൊക്കെ വലിയ അങ്ങനെ പേടിയെന്ന് പറയുന്നത്. എനിക്ക് ഈ വക സാധനങ്ങളൊക്കെയാണ് പേടി എന്ന് പറയുന്നത്. കണ്ടല്ലേ, ഇതിനൊക്കെ എൻ്റെ മേത്ത് കയറി കഴിഞ്ഞാൽ ഞാനിവിടെ രണ്ടാക്കും ഓളിച്ചിട്ടേ. അത് ഹിപ്പോപ്പൊട്ടാമസിന്റെ സ്ഥലത്തേക്കാണ് പോണത്. അറ്റത്തണെങ്കിൽ ഇവിടെ കുറച്ച് സ്റ്റെപ്പ് ഉണ്ട്, അത് കയറിയിട്ട് വേണം നമുക്ക് അവിടെ എത്താൻ. അപ്പൊ ഞങ്ങള് അവിടെ പാർക്കൊക്കെ ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ വേറെ തരം മാനാട്ടോ, ഭയങ്കര സൈസ് കൂടിയ മാനാണ്. നമുക്കിവിടെ ഇരിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട്. ഇപ്പോൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ആയിട്ട് ഇവിടെ കണ്ടില്ലേ ഇരിക്കാൻ ചെയറുകളും ഇതൊക്കെ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ പേര്, മ്ലാവ് കലമാൻ. ഇതാണ് കലമാൻ കേട്ടോ, പക്ഷെ നല്ല വലുപ്പമുണ്ട് കലമാൻ. കലമാൻ കളിയല്ല, അവൾക്ക് വായിക്കാറില്ല ഗായ്സ്. കുറച്ച് വായിക്കാറില്ല. കളിമാൻ. നമ്മൾ പോകുന്നത് നല്ല കാട്ടുപന്നിയല്ലല്ലോ, അതന്നെ കാട്ടുപന്നിയല്ല, മറ്റേ എന്തൊക്കെയാ എൻ്റെ പേര് എടി, ആ സാധനത്തിൻ്റെ പേരെന്തടി? ഹിപ്പോപ്പൊട്ടാമസ്. ഹിപ്പോപ്പൊട്ടാമസിനെ കാണാനാണ് പോണത്. ഇതിപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ഇങ്ങനെ പാമ്പിനെ പിടിക്കാനായിട്ട് പൂ പൊട്ടിക്കാനൊക്കെ പാമ്പ്, മറ്റേ അനാക്കൊണ്ടൊക്കെ ഉള്ള സിനിമകളിൽ കാണില്ലേ, അതുപോലെ ഉണ്ടല്ലേ ഈ പൂ കാണാനായിട്ട്. എൻ്റെ കായ കണ്ട ഭയങ്കര വലുതാണ്. പൂ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇത് ഈ പൂ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് മറ്റേ ഇംഗ്ലീഷ് സിനിമയിലെ പൂക്കളാണ്. ഇനി നമുക്ക് ഹിപ്പോപ്പൊട്ടാമസിനെ ഞാൻ കാണിച്ചു തരാം. ഹിപ്പോപ്പൊട്ടാമസിന്റെ മറ്റേ എടുക്കണ ഒരു സ്ഥലമാണിത്. ഞങ്ങളെ വെള്ളത്തിലാണ് ഇട്ടുണ്ടാവുക. അവര് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവര് ആകെ പുള്ളി നിറഞ്ഞ അവർക്ക് എപ്പോഴും ബോഡി എപ്പോഴും ഇങ്ങനെ തണുത്തിരിക്കണം. അവനും കണ്ടില്ലേ, കണ്ട വെള്ളത്തിൽ മുങ്ങിയിട്ടാണ് കിടക്കണത് ഹിപ്പോപ്പൊട്ടാമസ്. അതന്നെ ഇതിന്റെ പേരുകളൂടെ എഴുതി കണ്ട, രശ്മിയും പോപ്പിയും. രശ്മി പോപ്പി, നല്ല പേരല്ലേ ഇതിന്റെ പേര്. ഇവിടെ കുറെ ഉണ്ട് പുള്ളിമാൻ. ഇതേ അവിടെയൊക്കെ ഉണ്ട്, ഇതേ കണ്ട നിറച്ച് പുള്ളിമാനാണ്. അപ്പുറത്ത് പുള്ളിമാനൊന്നുമില്ല. ഇവിടെ പിന്നെ പാമ്പുണ്ട്. പാമ്പ് ലാസ്റ്റാട്ടെ കാണിക്കുള്ള നല്ല കാണാൻ പറ്റില്ല. അതേ കണ്ടോ, അവിടെ നിറച്ച് കൊടുക്കുന്നുണ്ട് ഗൈസ്. ഇത് വേറെ കൂട്ടിലുണ്ടായിരുന്നു കേട്ടോ. ഇതിന് കൊമ്പ് കണ്ട, അതേ അറ്റത്ത് പുള്ളിമാൻ തന്നെയാണ്. കൊമ്പ് ഉണ്ട് കേട്ടോ, മറ്റേന് കൊമ്പില്ല. അപ്പൊ ഞങ്ങൾ ഇതുവരെ പുലിനെ കണ്ടിട്ടില്ല. പുലിനെ എത്തുന്നുള്ളൂന്ന് തോന്നുന്നു, അപ്പുറത്തെ ഭാഗത്താന്ന് തോന്നുന്നു.
പുലി. അപ്പോൾ ഗൈസ് അതാണ് തോന്നുന്നു പുലിയുടെ ഭാഗം. ഗൈസ് ഇതാണ് എമ്മു. എമ്മു എമ്മു അടുത്ത് നമ്മൾ പുലി, സിംഹം, കാട്ടിട്ട് ഡേഞ്ചർ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്തേക്ക് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതാ കൂട്ടിൽ അവിടെ നിൽക്കുന്നുണ്ടോ എന്ന് തോന്നുന്നു. എത്തിയിട്ടുണ്ട്. ഇതേക്കാരാണ് കണ്ടോ, സിംഹം ആണെന്ന് തോന്നുന്നു. കണ്ടോ അവിടെ നിൽക്കുന്നുണ്ട്, നമുക്ക് കാണാൻ പറ്റില്ലേ, അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് അടുത്ത ആൾ കണ്ട. ഇവിടെ ഒരാളെ ഉറങ്ങാട്ടാ, ഞങ്ങളുടെ വീട്ടിൽ തപ്പ് കൊടുക്കണ പോലെ കിടക്കണം. ഇവിടെ ഒരാൾ കെടുക്കുന്നുണ്ട്. ആൾക്ക് ചിക്കനൊക്കെ വെട്ടി നുറുക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ, ഇറച്ചി കണ്ടോ. ഇതാണ് ഇത്ര നേരം കിടന്ന് കറിയുണ്ടായിരുന്നത്. കരച്ചിൽ തുടങ്ങിയിട്ട് ഇതാണ് ചീറ്റപ്പൊരി. ഇതിന് ഭയങ്കര സ്പീഡായിട്ട്, നല്ല സ്പീഡാണ് ഓടുമ്പോൾ, നല്ല സ്പീഡിൽ ഓടും ചീറ്റ. ഭയങ്കര സ്പീഡുള്ള പുലിയാട്ടോ ഇത്. കണ്ട അവർക്ക് തിന്നാനൊക്കെ ഇട്ട് നോക്കിയുണ്ട് കേട്ടാ. ഇതാണ് സ്വർണ്ണക്കോഴി. ഇത് വേറെ കേട്ടോ, വെള്ള കളറുള്ളത്. ഇതിൻ്റെ പേര് മീൻ മുതല. ഇത് ഡമ്മിയാണോ എന്നൊരു സംശയം. അവിടെ കിടക്കുന്നുണ്ട് കണ്ടോ, നമുക്ക് ചിലപ്പോൾ കാട്ടുതരാത്. ഇത് ഡമ്മി പോലെയാട്ടോ എടുക്കുന്നത്. ഇത് എന്താ പറയുക, മീനൊക്കെ എടുക്കുന്നുണ്ട് അവിടെ എടുക്കുന്നു. അത് ആരിനവിടെ ഇറങ്ങിയാൽ ഇരിക്കാനാണ് തോന്നുന്നത്. കണ്ടോ, അടുത്ത് നമ്മൾ മയിലാട്ടോ, മയിൽ എലി പോണ്. അയ്യോ ദേ അവിടെ നിറച്ച എലി. നിങ്ങൾ കണ്ട ആ പാത്രത്തിൽ നിറച്ച എലികളാട്ടോ. കണ്ട കണ്ട പിന്നെ ഇവിടെ താറാവില്ല കേട്ടോ. അത് കൊച്ചിയിലെ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന വഞ്ചിയാട്ടോ അത്. ഞാനിപ്പോഴെ തന്നെയാണ് കാണുന്നത്. കയറാൻ പറ്റും. ഇതാ കണ്ടോ. ഓക്കെ, അടുത്തൊരു പക്ഷിയാട്ടോ. പക്ഷിയുടെ പേര് എനിക്ക് അറിഞ്ഞൂടാ. റിയ പക്ഷി. ഇതേ കണ്ട, ഇതാണ് റിയ പക്ഷി. അതിൻ്റെ വെള്ളം അവിടെ കിടക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ടതാട്ടോ റിയ പക്ഷി. റിയ നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ ഒരു പാർക്കാണ്. ഇവിടെ കുട്ടികൾക്ക് ഇങ്ങനെ നമ്മൾ വലിയവർക്ക് എൻജോയ് ചെയ്യാനായിട്ട് മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനായിട്ടാണ് ചെറിയൊരു പാർക്ക് കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ കുറേ ഇപ്പോൾ ഇഴുകാനുള്ള സാധനവും പിന്നെ വട്ടം കറങ്ങാനുള്ള സാധനവും കുറേ സാധനങ്ങളുണ്ട്. പിന്നെ ഈ കാണുന്നതാണ് മുതലക്കുളം എന്ന് പറയും. അതിൽ മുതലൊരെണ്ണം എടുക്കുന്നുണ്ട്. നമുക്കത് ശരിക്കും അങ്ങോട്ട് കാണാൻ പറ്റില്ല, അതിൽ കാണിച്ചു തരാം. ഇപ്പോൾ ഗെയിമിൻ്റെ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. ഉണ്ണിക്കിരിക്കാൻ പറ്റിയ ഒരു എണ്ണമൊക്കെ 1-2 ഉള്ളൂ. അപ്പോൾ അതിൽ ഉണ്ണീനെ ഇരുത്തിയിട്ട് അവർ ആട്ടാണ്. ഭയങ്കര ഹാപ്പിയാണ് അവൻ. ഉണ്ണി തെറിച്ചു പോകാൻ നിന്നു. ഉണ്ണി നല്ല ഓട്ടണേ. ഉണ്ണിയുടെ പിന്നാലെ ഉണ്ണീനെ വീഴാണ്ടിരിക്കാനായിട്ട് ഓട്ടം. അമ്മയും ഉണ്ണിയോളം എല്ലാവരും ഓട്ടം. ഭയങ്കര കുറുമനാണ്. കണ്ടോ, കൈ വിടാൻ പറ്റില്ല. ഇതാ അമ്മ.
ഉണ്ണീനെ കയറ്റാനുള്ള സാഹസികമാണ് കാണുന്നത്. ഉണ്ണീനെ മടിയിലെതിരെ എഴുകാനാണ്. ഓൾമോസ്റ്റ് ഇപ്പം നമ്മളെല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ പോണത് സ്നേക്കിൻ്റെ ഏരിയയിലേക്കാണ്. അപ്പോൾ ഇഷ്ടം പോലെ പാമ്പുകളുണ്ട് അവിടെ. കാണിച്ചു തരാം. പാമ്പിൻ്റെ ഏരിയ എന്ന് പറയണത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഡേഞ്ചർ, അപകടം. പാമ്പിനെ ഒരു കാരണവശാലും നമ്മൾ തൊടാനൊന്നും പാടില്ല. പിന്നെ ഇത് നക്ഷത്ര ആമകൾ എന്ന് പറയും. കുറേ ഒരു 5-6 ഉണ്ട് നക്ഷത്ര ആമ. കണ്ടോ കുറേ ചില്ലുകൂട്ടുകളിലായിട്ടാണ് പാമ്പുകൾ വെച്ചണത്. ഒക്കെ ഇനി ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. പാമ്പിനൊന്നും കാണാനില്ല. ചിലതൊക്കെ ഇങ്ങനെ പുറകിലൊക്കെ പുറകിലായിട്ട്. ഇപ്പം ഞാൻ പേടിച്ചു. തൊട്ട് ബാക്കിലൊരു ചില്ലുണ്ടായിരുന്നു. പലതരം പാമ്പുകളുണ്ട്. മൂർക്കം പാമ്പുണ്ട്, ചേരിയുണ്ട്, പിന്നെന്താ അണലി. ഇത് അണലി, ഇത് അണലി സെക്ഷനാണ്. പാമ്പ് പലതരം അണലിയിൽ പലതരം ഉണ്ട്. ചേനത്തണ്ട, വട്ടക്കൂറ, വെള്ളം പലതരം കിടക്കുന്നുണ്ട്. കണ്ടില്ലേ? ഇതാണ് മഞ്ഞച്ചേര. അത് ചട്ടിയുടെ ഉള്ളിലാണ് കിടക്കണത്. പിന്നെ പച്ചില പാമ്പ്. പച്ചില പാമ്പ് നമുക്ക് കാണാൻ പറ്റില്ല. കാരണം ഈ പച്ചിലകളുടെ ഇടയിലിട്ട് കാരണം നമുക്ക് ശരിക്കും കാണാൻ പറ്റില്ല. പാമ്പ് കാണിക്കാനുള്ളത് ഉടുമ്പിനെയാണ്. ഉടുമ്പ് ഇതാ മുകളിലായിട്ട് തല മാത്രമാണ് കാണുന്നത്. ശരിക്കായിട്ട് കാണിച്ചത്. രണ്ടില്ല ഉടുമ്പ് കിടക്കണത്. അപ്പം നമ്മളൊരുവിധം സൂമിലെ എല്ലാ ഇതും കണ്ടു. അപ്പം പാമ്പിൻ്റെ സെക്ഷൻ കണ്ടു. ഇനി നമ്മൾ ശരിക്കും പുറത്തേക്ക് പോവാണ്. നമ്മൾ ഒരുവിധം എല്ലാം കണ്ടു തീർന്നു. ഇനി ഞങ്ങൾ ജ്യൂസ് കുടിച്ചിട്ട് വീട്ടിൽ പോകും. ഞങ്ങൾക്ക് ദാഹമായിട്ട് വയ്യ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ജ്യൂസ് കുടിച്ചിട്ട്, ജ്യൂസോ വെള്ളം എന്തെങ്കിലുമൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ പോവാം. അപ്പം ഞങ്ങൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.